ഹായ് ഓൾ, ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള മണ്ടാല ട്യൂട്ടോറിയലാണ്. ആദ്യം തന്നെ നമുക്ക് കൈയുടെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ സർക്കിൾ വരച്ച് തുടങ്ങാം. ആദ്യം തിന്നായിട്ടാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയി കഴിയുമ്പോഴേക്കും അതിൻ്റെ പുറത്തൂടെ നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെന്ന കോണാണ്. എപ്പോഴും ഓർഗാനിക് കോൺസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സിങ്, ഡിസൈൻ ഇങ്ങനെയുള്ള കോൺസൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഒരു ഓർഗാനിക് കോൺ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഒട്ടും തന്നെ സ്ട്രഗിൾ ചെയ്യാതെ, കൈക്കൊട്ടും പ്രഷർ അപ്ലൈ ചെയ്യാതെ തന്നെ ഓരോ എലമെൻസും നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് വരച്ചെടുക്കാൻ പറ്റും. വളരെ സ്മൂത്ത് ആൻഡ് തിന്നായിട്ടുള്ള ഓരോ ലൈൻസും നിങ്ങൾക്ക് കട്ടായി പോവാതെ വരച്ചെടുക്കാനായിട്ട് ഫസ്റ്റ് ട്രയലിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരച്ചെടുക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പതുക്കെ നമ്മുടെ കഴിവ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ഒരു ഡിസൈനിൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ലോട്ടസ് മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. എന്നിട്ട് ലോട്ടസിന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ ഫുള്ള് ഡാർക്കൻ ചെയ്തു. ഇങ്ങനെയുള്ള ഫില്ലിങ്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒട്ടും പിശുക്ക് കാണിക്കരുത്. നല്ല രീതിയിൽ തന്നെ പ്രഷർ അപ്ലൈ ചെയ്ത് പേസ്റ്റ് ഫുള്ള് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ സ്റ്റെയിൻ വരുമ്പോൾ അവിടെയൊക്കെ നല്ല ഡാർക്കർ സ്റ്റെയിൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസൈനോ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെയോ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താലും മതി. ഹെന്ന ബൈ ഫാത്തിമ 25 എന്നാണ് ഇൻസ്റ്റഗ്രാം ID. പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവാണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ എൻ്റെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.